അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു യുദ്ധം നമ്മൾ ചിന്തിച്ചതിലപ്പുറം വലിയ ഒരു കഠിനമായ യുദ്ധമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ അലി ഷംഖാനി ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധത്തിലുണ്ടാകുന്ന തിരിച്ചടിയുടെ സിംഹഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിരിച്ചടി ഉണ്ടാകുന്നത് ടെല്ലവീവിന്റെ ഹാർട്ടിലായിരിക്കുമെന്നാണ്. ടെല്ലവീവിനെ തകർത്ത് കളയുമെന്നാണ്. അവിടെയായിരിക്കും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. കാരണം അമേരിക്ക ഇപ്പോൾ ഈ യുദ്ധത്തിനിറങ്ങുന്നത് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനേക്കാൾ വലിയൊരു കക്ഷി ഉണ്ടാകാൻ പാടില്ല, ഒരു രാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തലപൊക്കുന്ന ഏതെങ്കിലും രാഷ്ട്രമുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംരക്ഷിക്കാനായതുകൊണ്ട് ആ ഇസ്രയേലിനെ തന്നെ ആയിരിക്കും അടിച്ചു നിരത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. എ ലിമിറ്റഡ് സ്ട്രൈക്ക് ഈസ് എൻ ഇല്യൂഷൻ. യഥാർത്ഥത്തിൽ ഒരു പരിമിതമായ ആക്രമണം എന്നാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊരു ധാരണയാണ്, മിഥ്യയാണ്. മാത്രമല്ല, എനി മിലിറ്ററി ആക്ഷൻ ബൈ US ഫ്രം എനി റീജിയൻ ആൻഡ് അറ്റ് എനി ലെവൽ, ഏത് ലെവലിലുള്ളതാവട്ടെ, ഒരുപക്ഷെ കപ്പലിനെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുക, ഇങ്ങനെ ഏത് ലെവലിലുള്ളതാവട്ടെ, അല്ലെങ്കിൽ ഏത് പ്രദേശത്തു നിന്നാവട്ടെ ആക്രമണം വരുന്നത്, വിൽ ബി കൺസിഡർഡ് ദി സ്റ്റാർട്ട് ഓഫ് വാർ. ഞങ്ങൾ അതൊരു യുദ്ധം ആരംഭിച്ചതായിട്ടായിരിക്കും കണക്കാക്കുക. ആൻഡ് ഇറ്റ് റെസ്പോൺസ് വിൽ ബി ഇമ്മീഡിയറ്റ്, ആൾ ഔട്ട് ആൻഡ് അൺപ്രസിഡന്റഡ്. മാത്രമല്ല, അതിനെതിരെ വരുന്ന പ്രതികരണം അത് പൂർണ്ണ യുദ്ധമായിരിക്കും. അത് ഉടനടി ഉണ്ടാകും. മാത്രമല്ല, ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത അഭ്യൂതപൂർവമായ യുദ്ധമായിരിക്കും അത്. ടാർഗറ്റിംഗ് ഹാർട്ട് ഓഫ് ടെല്ലവീവിന്റെ ഹാർട്ടിനെ ആയിരിക്കും ആക്രമിക്കുക. ആൻഡ് ആൾ ദോസ് സപ്പോർട്ടിങ് ദി അഗ്രസർ, ഈ അക്രമികളെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെ എല്ലാം ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുമെന്നാണ്. വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയെ ചെറുതായി കാണാൻ പാടില്ല. കാരണം ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ഖാംനയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമുക്ക് ഒരു ചെറിയ സിമ്പിളായ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ അതോടൊപ്പം വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അമേരിക്ക ഈ യുദ്ധത്തിൽ ആൾ ഓഫ് 19 അമേരിക്കൻ B-2 ബോംബേഴ്സ്. നമുക്കറിയാം, അമേരിക്കയുടെ സ്ട്രാറ്റജിക് ബോംബറാണ്. ഇറാനിൽ 12 ദിവസത്തെ യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് അമേരിക്ക അവരുടെ ആണവ റിയാക്ടർ തകർക്കാൻ വേണ്ടി ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ ബോംബർ മുഖേനയായിരുന്നു. ഇത് ദീർഘദൂര ബോംബറാണ്. അതോടൊപ്പം പറയുന്നത് വിൽ പാർട്ടിസിപ്പേറ്റ് വിത്ത് F-35, F-22 ആൻഡ് ലേറ്റസ്റ്റ് F-16 ഇൻ അപ്കമിംഗ് സ്ട്രൈക്ക് ഓൺ ഇറാൻ എന്നാണ്. ഇറാന് എതിരെ വരാൻ പോകുന്ന യുദ്ധത്തിൽ ഈ 19 B-2 സ്പിരിറ്റ് ബോംബറുകൾക്കൊപ്പം F-35 യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും, F-22 ഉണ്ടാകും. അതുപോലെ ലേറ്റസ്റ്റ് വേരിയന്റായ F-16 ഇതിൽ പങ്കെടുക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ 19 അമേരിക്കൻ B-2 ബോംബർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇറാന്റെ എല്ലാ പ്രതിരോധ ശക്തിയും, അവരുടെ മിസൈൽ കേന്ദ്രങ്ങളും റഡാർ കേന്ദ്രങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങൾ, ഇതിനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എന്നാൽ ഇറാൻ വെറുതെ ഇരിക്കുകയില്ല. ഇറാൻ ഈ ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ, ആ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു മുൻകൂർ ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൻ എവിടെയാണുള്ളത്? അമേരിക്ക ഇപ്പോൾ GPS സിഗ്നലുകളെല്ലാം ജാം ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് എവിടെയാണ് കപ്പലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും പൂർണ്ണ സപ്പോർട്ടുകളുണ്ട്, ലോജിസ്റ്റിക് സപ്പോർട്ടുകളുണ്ട്, വേണ്ട രൂപത്തിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കപ്പൽ ഐഡന്റിഫൈ ചെയ്യുക എന്നത് ഒരു പ്രതിസന്ധിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത കപ്പലുകളെ ആക്രമിക്കാനുള്ള മിസൈലുകൾ ഇറാന്റെ കയ്യിൽ സുലഭമാണ് എന്നതും നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ഒരു മുൻകൂർ ആക്രമണം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യുദ്ധത്തിൽ ഞാൻ കാണുന്നത് അമേരിക്ക ഒരുപക്ഷെ 200-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ആദ്യ ആക്രമണത്തിൽ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. കാരണം ആദ്യത്തെ ആക്രമണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ആക്രമണത്തെ ഇറാൻ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ അമേരിക്കയുടെ കൊമ്പൊടിഞ്ഞി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത്. അതാണ് മുൻകൂർ ആക്രമണം എന്ന് പറയുന്നത്. ഇത് UN-ൽ ഒരു കുറ്റകരമായ കാര്യമല്ല മുൻകൂർ ആക്രമണം. കാരണം ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയോ അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെയോ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതൊരു ആക്രമണം ശത്രുതാപരമായ നിലപാടുകളെ
കണ്ടറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അത് പരാജയപ്പെടുത്താൻ, ആ നീക്കം പരാജയപ്പെടുത്താനുള്ള ആക്രമണമാണ് മുൻകൂർ ആക്രമണം എന്ന് പറയുന്നത്. നാം സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ യുദ്ധത്തിലുണ്ടാകുന്ന കാര്യമാണ് മുൻകൂർ ആക്രമണം എന്ന് പറയുന്നത്. ആ ആക്രമണത്തിന് വേണ്ടിയാണ് ഇറാൻ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായും ശത്രുവിന്റെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങിയിട്ടില്ലെങ്കിലും യുദ്ധത്തിന്റെ പ്രഥമമായ പല ഘട്ടങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും അതുപോലെ തന്നെ സഖ്യകക്ഷികളും ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലക്ഷ്യം വെക്കേണ്ട സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൃത്യത വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇറാനും അതുപോലെ അവർക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അതിനു വേണ്ട രീതികൾ ഇതെല്ലാം ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ആമുഖം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു ഘട്ടത്തിലാണ് അമേരിക്കയും അതുപോലെ ഇറാനും ഉള്ളത്. എന്നാൽ ഈ മുൻകൂർ ആക്രമണത്തിൽ ഇറാന് വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയുടെ പരാജയമായിരിക്കും അത് എന്നതിൽ സംശയമില്ല. പക്ഷേ ഇത്രയും വലിയൊരു വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടത്തിയിട്ടുള്ളത്. ആ വിന്യസിച്ചിട്ടുള്ള ശക്തികളെല്ലാം തകർക്കാൻ ഇറാൻ എങ്ങനെ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഇറാൻ ശക്തമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇറാൻ ഇത്രയും കാലം അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇറാന്റെ തിരിച്ചടി അത് വെറുതെ ആവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേവലം ഹൂത്തികൾ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും ഉയർന്നു വരുന്ന ആക്രമണത്തെ മുൻകൂർ ആക്രമണം നടത്തി പലതവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ പ്രയാസമുള്ള സങ്കീർണമായ കാര്യം ആവുകയില്ല. അതോടൊപ്പം ചൈനയുടെയും റഷ്യയുടെയും ഇത്തരത്തിലുള്ള ശക്തമായ സഹായം ഉണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും അത് നിസ്സാരമാവുകയില്ല. ഇറാന്റെ പ്രതികരണം വെറുതെ ആവുകയില്ല. എന്നാൽ ഇത്തരം ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാനാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇസ്രയേലിന്റെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക ആക്രമണം നടത്തുന്നത് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് മാത്രമേ ഇറാന് വിവരം അറിയിക്കുകയുള്ളൂ എന്ന്. കാരണം ഇത് ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് കാരണം പറയുന്നത്. കാരണം ഇപ്പോൾ നെതന്യാഹുവിന്റെ ഓരോ സംഭാഷണങ്ങളും ഇറാൻ ചോർത്തിയെടുക്കുന്നു എന്ന വിവരം ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വിവര കൈമാറ്റങ്ങൾ ഇറാൻ മനസ്സിലാക്കും. ആ സമയം നോക്കി ഇറാൻ അവരുടെ മുൻകൂർ ആക്രമണം നടത്തും, ഈ അമേരിക്കൻ നീക്കം പരാജയപ്പെടുത്തും. എന്നാൽ അതില്ലാതിരിക്കാൻ വേണ്ടി അമേരിക്ക ഈ ഒരു നീക്കം അവസാന ഘട്ടത്തിൽ മാത്രമേ അറിയിക്കുകയുള്ളൂ, ഇസ്രയേലിന് പോലും അറിയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ അറിഞ്ഞാൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ട്രൈക്ക് നടത്തുന്നു എന്ന രീതിയിലാകരുത് എന്ന നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്.